Hey guys, it's your മോൻ നെഡ്മോൻ. അപ്പോൾ ഞാൻ ഒരു KSI വീഡിയോയിൽ അപ്പിയർ ചെയ്തു. ഇതിനു വേണ്ടി ഞാൻ മുംബൈ വരെ പോയി. ഒരു ട്രൈ നോട്ട് ടു ലാഫ് ചെയ്യണി. KSIനെ ചിരിപ്പിക്കാൻ നോക്കുക. ചിരിപ്പിച്ചാൽ 1,00,000 രൂപ കിട്ടും. ചിരിപ്പിച്ചില്ലേ നമുക്ക് കണ്ടോക്കാം. ചെക്കൻ വന്ന് ഇടിത്തല്ല വാസ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് കോണ്ടെക്സ്റ്റ് തരാം. ഞാൻ 5ാമത് ആളേനി ക്യൂല്. ഫസ്റ്റ് 4 ആൾക്കാരും ചങ്ങാനെ ചിരിപ്പിച്ച്, ചങ്ങാനല്ല സമീറേനെ ചിരിച്ച്. അതിൽ 5ാമത് ഞാൻ അങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ KSI തിരിഞ്ഞിട്ട് എന്നോട് പറയാ ലോക്കിൻ നീ ചിരിക്കാൻ പാടില്ല, ഇനി ചിരിച്ചാൽ എന്നെ അപ്പുറത്ത് കൊണ്ട് എടുത്തു പറഞ്ഞു. അതിലാകെ എനിക്ക് സീനായി, എന്തായാലും ചിരിക്കൂലെന്ന്. പിന്നെ അതിൻ്റെ മുന്നേ ഈ ആദ്യത്തെ 4 ആൾക്കാരും പ്രോപ്സൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ പ്രോപ്സിന് വന്ന ആവശ്യമില്ല, ആൾക്ക് ക്രിഞ്ചാന്ന് വെച്ചിട്ട് കുറച്ച് ജോക്സ് മാത്രം മൈൻഡിൽ വെച്ചിട്ട് വന്നതാണ്. കീലോത്തെ പറയുമ്പോൾ മറ്റേ ആഫ്രിക്കൻ ഏതൊരു ഭാഷയാണ്, യൊറൂബ എന്നുണ്ട് ഇവൻ സംസാരിക്കല്ല, നൈജീരിയത്തെ ഭാഷയാണ്. ഇവന് ഇടക്കിടക്ക് ഇങ്ങനെ കീലോത്തെ ആ സാധനം കിടല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യമൊന്നുമില്ല, വെറുതെ ഇട്ട് നോക്കിയതാ. ആങ്കിൾ ചോക്ലേറ്റ് എന്താന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പക്ഷെ അത് മൈൻഡിൽ വെച്ച് അങ്കിൾ ചോക്ലേറ്റ് സുരേഷ് റൈന ഹായ് ആൻഡ് സംതിങ് ബൂട്ടി ബട്ട് തന്മയ് ബട്ട് ഹായ്. സോ തന്മയ് ബട്ട് എന്നുള്ള പേരുള്ള ആളെ തന്മയ് ബൂട്ടി എന്ന് വിളിച്ചു. ഇതാണ് പോലെ കോമഡി. ഇറങ്ങി പോണോ ചെങ്ങായി. പക്ഷെ എനിക്ക് എക്സ്ക്യൂസ് ഉണ്ട്. സംബന്ധം അറിയോ, ഞാൻ ഫസ്റ്റ് വിചാരിച്ച് സമീർ റൈനെ നോക്കിയിട്ട് സുരേഷ് റൈന എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ ചങ്ങനെ നോക്കിയിട്ട് ആരാന്ന് അറിയാത്ത മാതിരി ഹായ് അങ്ങനെ കാണിക്കാൻ തന്നെ. പക്ഷേ ഇവരോട് റൂഡായാൽ KSIനെ ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ എന്തോ ആലോചിച്ചാണ് തന്മയ് ബട്ടും തന്മയ് ബൂട്ടി ക്രിഞ്ച്. സോ ഐ എം ഫ്രം കേരള. സ്പീക്കിംഗ് ഓഫ് ഹോം എന്നല്ല സബ് ടൈറ്റിൽ വരും, സ്പീക്കിംഗ് ഓഫ് ഹോം. അതിൻ്റെ ഇടയിൽ ഒരു സാധനം കട്ട് ചെയ്ത് കളഞ്ഞേ. ഞാൻ ഐ എം ഫ്രം കേരള പറഞ്ഞിട്ട് സമീറനെ നോക്കിയിട്ട് വെറുതെ ഡു വാണ്ട് സേ സംതിങ് എന്ന് വെച്ച്. കാരണം മറ്റേ 100% ലിറ്ററസി സാർ ആ മീമിലൊക്കെ ഓനല്ല പറഞ്ഞത്, പക്ഷെ ആ ഇവൻ്റെ വീഡിയോയിലല്ലേ പറഞ്ഞത്. അപ്പോൾ ഓനെ നോ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സ്പീക്കിംഗ് ഓഫ് ഹോം എന്ന് പറഞ്ഞത്. സോ ഐ എം ഫ്രം കേരള. സ്പീക്കിംഗ് ഓഫ് ഹോം, മൈ ഡോഗ് ഹാസ് ക്യാൻസർ. എൻ്റെ ഇതിൽ ചെറിയൊരു ചിരിൻ്റെ ചെറിയൊരു അംശം വന്നു കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണ കാര്യം പറഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഭയങ്കര എന്താ സ്വപ്നം കാണുന്ന കാര്യം, റിയലായി തോന്നൂല. ഭയങ്കര വേർഡ് ഫീലിങ്ങാണ്. ഞാൻ കയറുന്നു, ആദ്യം റൈറ്റിലേക്ക് നോക്കുമ്പോൾ 10-30 ആൾക്കാർ ക്രൂ. അതൊന്നും ഞാൻ വിചാരിച്ചില്ല അത്ര ആളുണ്ടാവുന്നു. അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഗ്ലാൻസ് ചെയ്ത് പിന്നെ മുന്നോട്ട് നോക്കുമ്പോൾ ഈ വലിയ ചാവി പൈസൻ്റെ പെട്ടി ഒന്നും ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് KSI. അതും ഓൻ്റെ തലക്ക് ഭയങ്കര സ്മൂത്തൊക്കെ ആയിട്ട് തോന്നുന്നു. കറക്റ്റ് സ്വപ്നം കാണാരി ഭയങ്കര റൗണ്ട് തലയും ഭയങ്കര സ്മൂത്ത്, ഫുൾ ബോഡി മൊത്തം സ്മൂത്തായ മാതിരി. പക്ഷെ ഭയങ്കര വേർഡ് ഫീലിങ്. ഒരുമാതിരി ഞാൻ പുറത്തിറങ്ങിയ ബാക്കി എല്ലാവരും ഇതന്നെ പറയണു, ഒരുമാതിരി VR കൂടെ നോക്കണ മാതിരി അങ്ങനെ എന്തൊക്കെയോ ഫീലിംഗ് എന്നൊക്കെ പറയാം. My dog has cancer. I'm sorry to hear that. Nothing? Just laugh, bro. അതിൽ ഞാൻ കമ്മിറ്റ് ചെയ്തില്ല. ഇങ്ങനെ കളിക്കുന്ന സാധനം കുറച്ചും കൂടി എനർജിയിൽ ചെയ്യണേ ഇനി. കാരണം ആ സാധനം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചെയ്യുമ്പോൾ ചിരിക്കലുണ്ട്. ഞാൻ മൈ ഡോഗ് ഹാസ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഈ സാധനം ഇടുമ്പോൾ ചിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ ചിരിച്ചില്ല. Just laugh, bro. എടാ അടുത്ത സാധനം പറയും ചങ്ങായിയെ. ഞാൻ ഇതിന് ശേഷം ഫുൾ ബ്ലാങ്കായി പോയി. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിരുന്ന ഒരു ജോക്ക് ഉണ്ട് ഇനി. ഇപ്പോൾ KSI ചിരിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുണ്ടെന്ന് വിചാരിച്ച സാധനം, പക്ഷെ അത് ബ്ലാങ്കായി പോയി. അത് പറയാൻ മറന്നുപോയി. പിന്നെ അതിന് ശേഷം ഒരു 3-4 ജോക്ക് ഉണ്ടായി, ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് പറയാൻ വിചാരിച്ചിട്ട് സാധനം പറഞ്ഞുപോയി. ഞാൻ 12-13 കൊല്ലമായിട്ട് കാണുന്ന ചെങ്ങായിയാണ്. 12-13 കൊല്ലമായിട്ട് യൂട്യൂബർ ആവണം എന്നുള്ള ആഗ്രഹം ചങ്ങായി കാരണം വരുന്നത്. അപ്പോൾ ബിഗ് ഡീലാണ്. ഞാൻ ചെറുതായിട്ട് ഫ്രീസായി പോയി. Just laugh, bro. All right, Nothing. well, Come on, man. I think it's done. ഓൾറൈറ്റ്. ഇവിടെ വലിയൊരു സാധനം കട്ട് ചെയ്ത് ഈ ഓൾറൈറ്റ് ബെല്ല് ഇപ്പം ഗെറ്റ് ഔട്ട് അടിക്കും. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ ഈ അങ്കിൾ ചോക്ലേറ്റ് എന്ന് പറഞ്ഞില്ല ആദ്യ സാധനം, അതിൻ്റെ ക്ലിപ്പ് ഇടാം. You've been to India, innit? I'm in India, yeah. When was that?
Oh, man, this is years ago. And I was like, what, 18, 19? What was it for? I went to see a few orphans. Nice. Yeah, no, they were cool. Amazing. They kept calling me Uncle Would you go Chocolate. again? Oh, what? Uncle Yeah, Chocolate? yeah. They were like, Uncle Chocolate, Uncle Chocolate. Not because I'm black, just because I always kept giving them chocolate. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഇത് ഓർമ്മയില്ലേ ആ കുട്ടികളിൽ ഒരാളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ചു ഓ വാവെന്നൊക്കെ റിയലി എന്നൊക്കെ ചോദിക്കുന്ന വിചാരിച്ചു. പക്ഷെ ഓൻ ജസ്റ്റ് സ്ട്രൈറ്റ് ഫേസ് ആയിട്ട് ഓ വാവ് യു ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഈ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല യു കെയിം ഇയർ ലൈക്ക് 30 years ago, ഐ എം നോട്ട് ദാറ്റ് ഓൾഡ് പറഞ്ഞ്. ഓനൊരു വയസ്സെന്ന് വിളിച്ചാണ് ചെറുതായിട്ട് കളിയാക്കിയതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവൻ ആ കളിയാക്കൽ കിട്ടലുണ്ട് 32 years old, 32 years old, അങ്ക് പുഷിങ് 40 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സാധനം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഗെറ്റ് ഔട്ട് അടിച്ചത്. ആ സാധനം അവർ കട്ട് ചെയ്ത്. I think it's done, bro. Don't laugh if Jake Paul knocks you out. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഡൺ ബ്രോ. കഴിഞ്ഞ് മനസ്സിലായപ്പോഴാണ് ഞാൻ ഡോണ്ട് ലാഫ് ഇഫ് ജേക്ക് പോൾ നോക്സ് യു ഔട്ട് എന്ന് പറഞ്ഞത്. I think it's done, bro. Don't laugh if Jake Paul knocks Get you out. out. It's done. Don't laugh. Steve, take him away. Don't laugh if Jake Oh my God. I did it. ചിരി കിട്ടിയില്ലെങ്കിൽ ഒരു ഐക്കോണിക് സാധനം കിട്ടി. സ്റ്റീവ് ഗെറ്റ് ഹിം ഔട്ട്. My God. I did it. അതാ ഞാൻ ഫെയിലായി തിരിച്ചു പോകുമ്പോൾ ആ നോ എന്ന് പറഞ്ഞ് അലറുമ്പോഴാണ് ഈ ചങ്ങേൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നത്. പക്ഷേ ഐ ഡോണ്ട് കെയർ. വീഡിയോയിൽ വന്ന് എനിക്ക് കണ്ടൻ്റായി. കാരണം ചിരിപ്പിച്ചാലും ചിലപ്പോൾ വീഡിയോയിൽ വരണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ ഞാൻ ഇതിൽ ഇവർ ഇട്ട ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഫസ്റ്റ് 4 ആൾക്കാർ ചിരിപ്പിച്ച്, പിന്നെ ഫസ്റ്റ് 4 ആൾക്കാരിൽ സമയം ചിരിച്ച്, പിന്നെ ഇന്ത്യയിൽ ഇവൻ പിടിച്ചു നിന്നുകൊണ്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് എഡിറ്റിൽ ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രീസ് ചെയ്തെങ്കിലും ഫംബിൾ ചെയ്തെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കണ്ടൻ്റ് ആയാലും ഈ വീഡിയോ ഇടാൻ പറ്റിയല്ലോ. ഞാൻ യൂട്യൂബ് ചെയ്യാൻ കാരണമായ ചങ്ങാനോട് പോയി സംസാരിച്ച് അതിനെ റിയാക്ട് ചെയ്യണ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ, മതി. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി യൂട്യൂബിൽ കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആവണം. ഇന്ന് രാത്രി സിറ്റി എൻ്റെ ടോക്കിംഗ് ലൈക്ക് ഈ സിറ്റി എൻ്റെ വാക്കിംഗ് ലൈക്ക് ഈ സിറ്റി എൻ്റെ ചാവി കയ്യിൽ ഈ സിറ്റി എൻ്റെ ഇന്ന് രാത്രി സിറ്റി എൻ്റെ ടോക്കിംഗ് ലൈക്ക് ഈ സിറ്റി എൻ്റെ വാക്കിംഗ് ലൈക്ക് ഈ സിറ്റി എൻ്റെ ചാവി കയ്യിൽ ഈ സിറ്റി എൻ്റെ